ഹലോ ഫ്രണ്ട്സ്, മൂവി അപ്ഡേറ്റ്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. രായ എന്ന് പറഞ്ഞ പടത്തിലത്തെ അടങ്കാത അസുരൻ എന്ന് പറഞ്ഞ പാട്ടിൻ്റെ വീഡിയോ സോങ് പുറത്തിറങ്ങി. പടം നാളെ OTT റിലീസാകാൻ പോവുകയാണ്. പിന്നെ അജിത്തിൻ്റെ വിടാമുയർച്ചി എന്ന് പറഞ്ഞ പടത്തിലത്തെ ദശരഥി എന്ന് പറഞ്ഞ ആളുടെ പോസ്റ്റ് വന്നു. അതേമാതിരി ഗണേഷ് ശരവണൻ എന്ന് പറഞ്ഞ ആളുടെയും പോസ്റ്റ് വന്നു. പക്ഷേ ഇതിലും മെയിനായിട്ട് അജിത്തിനാണ് എടുത്ത് കാണിച്ചിട്ടുള്ളത്. എപ്പോഴത്തേക്കും പോലെ തന്നെയാണ്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്രാവശ്യം ബ്ലെൻഡ് ചെയ്തിട്ടല്ല, ആളെയും കറക്റ്റായി കാണിച്ചു നിൽക്കുകയാണ്. പിന്നെ പ്രഭാസിൻ്റെ ബർത്ത്ഡേ ആണ് ഒക്ടോബർ 23. അപ്പോൾ ബർത്ത്ഡേ ഭാഗമായിട്ട് ഇപ്പോൾ എല്ലാത്തിൻ്റെയും റിലീസിൻ്റെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ആളുടെ ഈശ്വർ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്യുന്നുള്ളതാണ് കേൾക്കില്ല, കൺഫേംഡ് ആണ്. പിന്നെ ഇന്ന് ചിരഞ്ജീവിയുടെ ബർത്ത്ഡേ ആയിട്ട് വിശംബര എന്ന് പറഞ്ഞ പടത്തിലത്തെ ഒരു പുതിയ പോസ്റ്റർ വന്നിട്ട് എന്തായാലും സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ മുഫാസ ദ ലയൺ കിങ് എന്ന് പറഞ്ഞ പടത്തിൻ്റെ തെലുങ്കിലുള്ള വെർഷനിൽ മുഫാസക്ക് സൗണ്ട് കൊടുക്കുന്നത് മഹേഷ് ബാബു എന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ആൻ്റണി വർഗീസ് പപ്പ അഭിനയിക്കുന്ന പടത്തിൻ്റെ മ്യൂസിക് റൈറ്റ്സ് എടുത്തിരിക്കുന്നത് സരിഗമ എന്നുള്ള അറിയിച്ചു. പിന്നെ വാഴ എന്ന് പറഞ്ഞ തമിഴ് പടത്തിൻ്റെ കർണാടക റിലീസ് എടുത്തിട്ടുള്ള മീഡിയ കൺസൾട്ടൻസി എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചു. പിന്നെ തെലുസു കട എന്ന് പറഞ്ഞ പടത്തിലത്തെ ശ്രീനിധി ഷെട്ടിയുടെ ഒരു ഫോട്ടോ പുറത്തു വന്നിട്ടുണ്ട്. ഓൺ ബോർഡായി എന്നുള്ള രീതിയിൽ പുറത്തിറക്കിയിട്ടുള്ളതാണ്. പിന്നെ പടക്കുതിര എന്ന് പറഞ്ഞ പടത്തിൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. അജു വർഗീസ്, സിദ്ദീഖ്, സുരാജ് വെഞ്ഞാർമൂട് അങ്ങനെ കുറേ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന പോസ്റ്റർ. പിന്നെ മല എന്ന് പറഞ്ഞ പടത്തിലത്തെ മോശം പോസ്റ്റർ പുറത്തിറങ്ങി. പിന്നെ പൗഡർ എന്ന് പറഞ്ഞ പടത്തിൻ്റെ ബുക്കിംഗ് ഓപ്പൺ ആയിട്ടുണ്ട്. പിന്നെ ഹണ്ട് എന്ന് പറഞ്ഞ പടത്തിൻ്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. നാളെയാണ് പടം റിലീസാകാൻ പോകുന്നത്. അതിൻ്റെ തിയേറ്റർ ലിസ്റ്റ് വന്നിട്ടുണ്ട് കേരളത്തിലത്തെ. പിന്നെ ശരിപ്പോത്തെ ശനിവാരം എന്ന് പറഞ്ഞിട്ടുള്ള നാനിയുടെ പടത്തിൻ്റെ 9 days to go, 8 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സും വന്നു. പിന്നെ ഇന്ന് 7 days to go എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ മിസ് യു എന്ന് പറഞ്ഞ പടത്തിലത്തെ സൊന്നാറ് നെയ്ന എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങി. പിന്നെ കൊട്ടുകാലി എന്ന് പറഞ്ഞ പടം നാളെ റിലീസാകാൻ പോവുകയാണ്. അപ്പോൾ ഫ്രം ടുമാറോ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. പിന്നെ ദ സൗണ്ട് ഓഫ് UI ദ മൂവി, UI എന്ന് പറഞ്ഞിട്ടുള്ള മൂവിയുടെ സൗണ്ട് അത് നാളെ 6/3 പുറത്തിറക്കും. പിന്നെ ജോക്കർ ഫോളി എ ഡെക്സ് എന്ന് വെച്ചാൽ ജോക്കർ 2 അത് ഒക്ടോബർ 4 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചു. മുന്നേ അറിയിച്ചായിരുന്നു, പക്ഷേ ഒരു പുതിയ പോസ്റ്ററിലൂടെ അറിയിച്ചിട്ടുള്ളതാണ്. പിന്നെ ARM അജയൻ്റെ 2ാം മാസം എന്ന് പറഞ്ഞിട്ടുള്ള ടോവിനോ തോമസിൻ്റെ പടത്തിൻ്റെ കന്നഡയിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഹോം പല ഫിലിംസ് ആണെന്നുള്ള അറിഞ്ഞു. അതേമാതിരി ഓവർസീസിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് ഹോം സ്ക്രീൻ എൻ്റർടൈൻമെൻ്റ് ആണ്. പിന്നെ തെലുങ്കിലുള്ള ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് എടുത്തിരിക്കുന്നത് മൈത്രി മൂവി മേക്കേഴ്സ് ആണെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സിംഗം അഗൈൻ അങ്ങനെ ഒരു പടം വരുന്നുണ്ട്. അതിൽ കുറേ ആൾക്കാർ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ടീസറിൻ്റെ എന്തൊരു വീഡിയോ ലീക്ക് ആയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നില്ല, എന്തായാലും ഒഫീഷ്യൽ ടീസർ വരുമ്പോൾ കാണാം. പിന്നെ മഹാരാജ എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നെറ്റ്ഫ്ലിക്സിൽ വ്യൂ ചെയ്തിട്ടുള്ള പടം 2024. വിജയ് സേതുപതിയുടെ പടമാണ്. നല്ലൊരു പടം തന്നെയായിരുന്നു. 100 കോടി കടിച്ച പടമാണ്. ആ പടത്തിന് ശേഷം ഞാൻ അടുത്തത് വിജയ് സേതുപതിയുടെ വരാൻ പോണ പടമാണ് ട്രെയിൻ എന്ന് പറഞ്ഞിട്ടൊരു പടം. മിസ്കിനാണ് പടം എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലുക്ക് പുറത്തു വന്നിട്ടുണ്ട്. പിന്നെ JSK സുരേഷ് ഗോപി അഭിനയിക്കുന്ന പടമാണ്. അനുപമ പരമേശ്വരനും ഉണ്ട് പടത്തിൽ. അപ്പോൾ അവരുടെ ഒരു ഫോട്ടോ പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഒറ്റക്കൊമ്പൻ എന്ന് പറഞ്ഞിട്ടൊരു പടം അനൗൺസ് ചെയ്തിരുന്നു സുരേഷ് ഗോപിയുടെ തന്നെ. അപ്പോൾ ആ പടത്തിൻ്റെ ഷൂട്ടിങ് കാര്യങ്ങളൊന്നും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ കാസ്റ്റിംഗ് കോൾ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ഞാൻ ഡീറ്റെയിൽസ് സ്ക്രീനിൽ കൊടുക്കാം. ഇന്നാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്ലൈ ചെയ്യാൾ വേണ്ടവർക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ പടത്തിൻ്റെ ഷൂട്ടിങ് അവസാനമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. അത് സെപ്റ്റംബർ 6 തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്. എന്തായാലും വേഗം തുടങ്ങിയിട്ട് പടം തിയേറ്ററിൽ വരട്ടെ. പിന്നെ വാഴ എന്ന് പറഞ്ഞിട്ടൊരു പടം പുറത്തിറങ്ങിയിരുന്നു. പടത്തിന് നല്ല അഭിപ്രായമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല കളക്ഷനോടെ തന്നെയാണ് കൂടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ 2ാം ഭാഗം ഇപ്പോൾ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിരിക്കുകയാണ്. 1ാം ഭാഗം എടുത്തിട്ടുണ്ടായിരുന്നത് ആനന്ദ് മേനൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളായിരുന്നു. റൈറ്റർ വിപിൻ ദാസൻ ആയിരുന്നു. വാഴ 2 വരുമ്പോൾ വിപിൻ ദാസനാണ് റൈറ്റർ, പക്ഷേ ഡയറക്ടർ സവിൻ SC എന്ന് പറഞ്ഞിട്ടുള്ള ആളാണെന്നുള്ളത് അറിയിച്ചിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് ആശിറാണ് എത്തുന്നത്. കൂടെ അലൻ ബിൻ സിറാജ്, അജിൻ ജോയ്, വിനായക് ഇവരൊക്കെ ഉണ്ടാവും. ഇതെല്ലാം എൻ്റെ ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ ലക്കി ഭാസ്കർ എന്ന് പറഞ്ഞിട്ടുള്ള പടം പോസ്റ്റ്പോൺ ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടായിരുന്നു നമ്മൾ. എന്തായാലും ഇപ്പോൾ സത്യമായിരിക്കുകയാണ്. സെപ്റ്റംബർ 27 എടുത്ത് മാറ്റിയിട്ടാണ് 7 കിട്ടത്. അപ്പോൾ 7 എടുത്ത് മാറ്റിയിട്ട് ഇപ്പോൾ ഒക്ടോബർ 31 കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ദിവാലിക്ക്. ഓൾറെഡി ദിവാലിക്ക് അമരൻ എന്ന് പറഞ്ഞിട്ടുള്ള ശിവകാർത്തികൻ്റെ പടം, അതേമാതിരി ബ്രദർ എന്ന് പറഞ്ഞിട്ടുള്ള ജയയുടെ പടം പറഞ്ഞു വെച്ചിട്ടുണ്ട്. വിടാമുയർച്ച ആ സമയത്ത് ആവും എന്നുള്ളതും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തായാലും ആ സമയത്തേക്കാണ് എന്തായാലും കൊണ്ടുപോയിട്ടുള്ളത്. നല്ല പടമായ മതിയായിരുന്നു. പിന്നെ അല്ലു അർജുൻ ഒരു സ്ഥലത്ത് വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഡിസംബർ 6 പടം പുറത്തിറങ്ങുന്നുള്ള രീതിയിൽ. അപ്പോൾ മിക്കവാറും അതിൻ്റെ റിലീസ് ഡേറ്റ് മാറാൻ ചാൻസ് ഉണ്ടാവില്ല. കുറേ ആൾക്കാർ പറഞ്ഞ റിലീസ് ഡേറ്റ് മാറും എന്നുള്ളതൊക്കെ. പക്ഷേ ആൾ തന്നെ ഡിസംബർ 6 തഗ്ഗേ നല്ലതെന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പുഷ്പ 2ൻ്റെ കാര്യമാണ് പറഞ്ഞത്. പിന്നെ വേട്ടയാന്ന് പറഞ്ഞിട്ടുള്ള പടം ഒക്ടോബർ 10 റിലീസാകുക എന്നുള്ള അറിയിച്ചിട്ടുണ്ടായിരുന്നു ഒഫീഷ്യലി. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സിംഗിൾ ഇപ്പോൾ അടുത്ത് വരും എന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. പിന്നെ കാന്താര ചാപ്റ്റർ 1 എന്ന് വെച്ചാൽ കാന്താര എന്ന് പറഞ്ഞ പടത്തിന് ശേഷം അതിൻ്റെ 2ാം ഭാഗമായിട്ട് പ്രീക്വലായി എത്തുന്ന ഒരു പടമാണ്. ആ പടത്തിൻ്റെ 4th ഷെഡ്യൂൾ ഓഗസ്റ്റിലായിട്ട് തുടങ്ങും എന്നുള്ളതാണ് കേൾക്കുന്നത്. ഒരു ആക്ഷൻ സീനൊക്കെ കൂടിയിട്ടുള്ളൊരു ഷെഡ്യൂളാണെന്നുള്ളതാണ് കേൾക്കുന്നതും. പിന്നെ തലപതി വിജയുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ പടത്തിൻ്റെ UK ബോക്സ് ഓഫീസിൽ വേറെ ലെവലായിരിക്കും എന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം 27,500 കൂടുതൽ ടിക്കറ്റ്സ് ഇപ്പോൾ അതിനെ വിറ്റ് പോയിട്ടുണ്ട്. പിന്നെ പടത്തിൻ്റെ 15 days to go, 14 days to go എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ ഇപ്പോൾ പുറത്തിറക്കേണ്ടി വരും. ഈ ടീം ഒരു അനിമേഷൻ രീതിയിലാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രസമായിട്ട് തോന്നി.
കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ജസ്റ്റ്. പിന്നെ ഈ പടത്തിന്റെ കേരളത്തിലുള്ള ബുക്കിംഗ് സൺഡേ എന്ന് വെച്ചാൽ സെപ്റ്റംബർ 1 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് കേൾക്കുന്നത്. പടം ഇറങ്ങുന്നതും 4-5 ദിവസം മുന്നായിട്ട് ശ്രീഗോകുലം മൂവീസാണ് കേരളത്തിൽ എടുത്തിട്ടുള്ളത്. ഇപ്രാവശ്യം 4 മണിക്കൊക്കെ ഷോ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടിരുന്നത് പുലർച്ച. പക്ഷെ അതാവില്ല, 6 മണിക്കോ 7 മണിക്കോ ഒക്കെ ആയിട്ടായിരിക്കും പടത്തിന്റെ ഷോ സ്റ്റാർട്ട് ആവുക എന്നുള്ളതാണ് കേൾക്കുന്നത്. 4 മണിക്ക് തന്നെ ആയാൽ മതിയായിരുന്നു ശരിക്കും. എന്താന്നുള്ള കൺഫേം ആയിട്ടില്ല എന്തായാലും. പിന്നെ പടത്തിന്റെ യൂബാറിയ സർട്ടിഫിക്കറ്റ് ആണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല പോസ്റ്റർ ആയിട്ടാണ് തോന്നിയത്. പിന്നെ തലപതി വിജയ് ഒരു പാർട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, തമിഴക വെട്രിക്കഴകം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതിന്റെ ഒരു സോങ് ഒന്ന് പുറത്ത് വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫ്ലാഗ് എന്താന്ന് പറഞ്ഞിട്ടാണ് പുറത്താക്കിയിട്ടുള്ളത്. നല്ല രസമായിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ജസ്റ്റ്. എന്തായാലും ഫ്ലാഗും അവർ പുറത്തിറക്കിയിട്ടുണ്ട്. ഇപ്പോൾ തലപതി വിജയ് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുള്ളൊരു ഫോട്ടോ ഞാൻ കാണിക്കുന്നുണ്ട് സ്ക്രീനിൽ. എന്തായാലും നന്നായി വരട്ടെ. 2026 ഇലക്ഷൻ നിൽക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ.